ഒരു കാര്യം സത്യം പറയട്ടെ. എന്താ? പപ്പ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ശേല. ആ കണ്ണും മൂക്കും പൊടിക്കൊമ്പ മീശയും എല്ലാം കൂടെ ഒരു അരിസ്റ്റോക്രാറ്റിക് ലുക്ക് ഉണ്ട്. മതി 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 മതി, വർണ്ണിച്ചത് മതി. എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്താ അത്, പറഞ്ഞോ. ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെ പിന്നെ കാര്യം പറഞ്ഞ കളിയാക്കരുത്. അപ്പൊ എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണല്ലോ. ആ എന്തായാലും പറഞ്ഞു പറഞ്ഞു. പിന്നെ എനിക്ക് നിനക്ക് പപ്പ വേണോ ഇത് അച്ഛനോട് പറയാൻ? നീ കാര്യം പറടാ കുട്ടാ. എനിക്ക് ഒരാളെ ഇഷ്ടാ. എന്നെ ആയിരിക്കും. അല്ല. എന്താ? എന്നെ എനിക്ക് ഇഷ്ടല്ലേ? ഇതാ ഇഷ്ടമല്ല, ഇത് വേറൊരു ഇഷ്ട. എന്റെ ഇഷ്ടത്തിന്റെ ടൈപ്പൊക്കെ എനിക്ക് മനസ്സിലായി. കിടന്ന് തത്വവും വിത്തവും പറയാതെ നീ കാര്യം പറ. ഏത് വീരശൂര പരാക്രമിയാ എന്റെ കുട്ടന്റെ മനസ്സിൽ ചാടിക്കേറിയത്? പറയട്ടെ. നിനക്കിഷ്ടപ്പെട്ടവൻ ഏത് മരക്കോന്തനായാലും ശരി, പാപ്പാക്ക് സമ്മതം. റെഡി? ആരാ പറ. അപ്പു. ഇതെങ്ങനെയാ പറയാന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അപ്പുവിനിഷ്ടാണോ നിന്നെ? ചന്ദ്രയ്ക്ക് സുഖായിട്ട് പപ്പയുടെ മനസ്സൊന്ന് തണുത്തിട്ട് വേണം പറയാനെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ചന്ദ്രയ്ക്കറിയോ നിങ്ങൾ തമ്മിൽ ഇഷ്ടാണെന്ന്? ആർക്കും അറിയില്ല. ആദ്യം എല്ലാ കാര്യവും ഞാൻ പപ്പയോടല്ലേ പറയാ. പപ്പയല്ലേ ഇന്ന് വരെ എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നിരുന്നത്. ഇനി വേണം ചന്ദ്രയോട് പറയാൻ. എന്നിട്ട് പപ്പയും ചന്ദ്രയും കൂടെ വേണം ഇരവിക്കുട്ടി പിള്ളയുടെ ചെവിയില് ഈ മന്ത്രമോതാൻ. ചന്ദ്രയോട് ഞാൻ പറയട്ടെ? ഇപ്പൊ വേണ്ട. സാധാരണ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലല്ലോ ഇത്. ഇക്കാര്യം ആദ്യം പറയേണ്ടത് നിന്റെ അച്ഛനോടല്ലേ. ഞാൻ ഇരവി ഒന്ന് കാണട്ടെ. അവന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് അറിയണമല്ലോ. എന്നിട്ട് മതി വേറെ ആരോടെങ്കിലും പറയുന്നത്.